അടുത്തതായിട്ട് നമുക്ക് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഫൈനൽ ലെവലിലായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റിംഗ് ആണ്. ഈ ടെസ്റ്റിങ്ങും കൊണ്ട് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ അത് കസ്റ്റമറിന് ഡെലിവർ ചെയ്യാൻ പാകത്തിന് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ കസ്റ്റമർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റ്സുമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റം മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പൊതുവെ സിസ്റ്റം ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തതിന് ശേഷമാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് നടത്താറുള്ളത്. അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ചിലപ്പോൾ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എന്തെങ്കിലും എറേഴ്സോ ബഗ്ഗോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ അപ്ഡേറ്റും കൂടെ യൂസറിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാറാണ് പതിവ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഗെയിം പോലുള്ള എന്തെങ്കിലുമാണ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അനോണിമസ് ആണ്, ആര് വേണമെങ്കിലും ആവാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് 2 രീതിക്കുള്ള ടെസ്റ്റിങ് അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് തന്നെ നടത്താറുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ആൽഫ ടെസ്റ്റിങ്, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ബീറ്റ ടെസ്റ്റിങ്. അങ്ങനെ 2 നടത്താറുണ്ട്. ഇതിലിനി ആൽഫ ടെസ്റ്റിങ്ങും ബീറ്റ ടെസ്റ്റിങ്ങും എന്താണെന്നുള്ളത് നോക്കാം. ആൽഫ ടെസ്റ്റിംഗ് ആണ് ഫസ്റ്റ് നടത്താറുള്ളത്. ആൽഫ ടെസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോസിബിളായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് ഡെവലപ്മെൻറ്റ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റിൻ്റെ അകത്തായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യിപ്പിക്കുക. അതായത് റിയൽ വേൾഡ് സിനാരിയോ ആയിട്ട് അന്നേരം ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യത്തില്ല. പകരം ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻവയോൺമെൻറ്റിലായിരിക്കും യൂസേഴ്സ് ഈ ആപ്ലിക്കേഷൻസ് ട്രൈ ഔട്ട് ചെയ്യുക. ഇനി ബീറ്റ ടെസ്റ്റിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആക്ച്വൽ യൂസേഴ്സ് അവരുടെ വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ടായിരിക്കും യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ആ ടെസ്റ്റിംഗ് നടത്തുന്നത്. അതായത് ആപ്ലിക്കേഷൻ എന്ത് സാഹചര്യത്തിലാണോ റിയൽ വേൾഡ് സിനാരിയോയിലാണോ റണ്ണ് ചെയ്യാൻ ഇൻറ്റൻറ്റ് ചെയ്ത് നിന്നിരുന്നത് ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ആൽഫ ടെസ്റ്റിംഗ് നടത്തിയ നേരത്തുണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ് ടീമോ അല്ലെങ്കിൽ കൺട്രോൾഡ് എൻവയോൺമെൻറ്റോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ പ്രസൻസേ അവിടെ ഉണ്ടാവത്തില്ല. അടുത്തതായിട്ട് നമുക്ക് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു ടെസ്റ്റിങ്ങിനെ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഈ ഒരു ടെസ്റ്റിങ്ങിൽ മെയിനായിട്ടും നമ്മളുടെ സിസ്റ്റത്തിനകത്ത് കുറച്ച് ഇൻപുട്ട് വാല്യൂസ് കൊടുക്കും. അപ്പോൾ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ അതിനെയാണ് കൂടുതലായിട്ടും ഒബ്സർവേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ആ കോഡോ അതുപോലെ അതിൻ്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുന്നില്ല. ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലാദ്യം വരുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണ്. പിന്നെ ഇക്വാലൻസ് ക്ലാസ് ടെസ്റ്റിംഗ് ഉണ്ട്, ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ് ഉണ്ട്, കോസ് എഫക്റ്റ് ഗ്രാഫിംഗ് ടെക്നിക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ കോസ് എഫക്റ്റ് ഗ്രാഫിംഗ് ടെക്നിക്ക് ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല, കാരണം അതിനെപ്പറ്റി അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പ്രീവിയസ് ഇയറിലൊന്നും കണ്ടിട്ടില്ല. നമുക്കിനി ബൗണ്ടറി വാല്യൂ അനാലിസിസിൻ്റെ ഐഡിയോളജീനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിളായിട്ട് എടുക്കുവാണ്. അതായത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണ നേരത്ത് ഏജ് ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഏജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 18 തൊട്ട് 40 വയസ്സ് വരെ, ആ 18 to 40 എന്നുള്ളതാണ് അതിൻ്റെ ഇൻപുട്ട് റേഞ്ച്. ബൗണ്ടറി വാല്യൂ അനാലിസിസിൻ്റെ ഐഡിയോളജി അപ്പോൾ ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു റേഞ്ചിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ആ ഒരു വാല്യൂസ് ഇൻപുട്ട് ചെയ്യണ നേരത്തായിരിക്കും മെയിനായിട്ടും എറേഴ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് കൂടുതൽ. അതല്ലാതെ ഇപ്പം നടുക്കുള്ള വാല്യൂസ്, ഫോർ എക്സാമ്പിൾ 20 വയസ്സ് അല്ലെങ്കിൽ 38 വയസ്സ്, അതൊക്കെ ഇൻപുട്ട് ചെയ്യുമ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ വരത്തില്ല. അതേസമയം ഒരു 18-40 ഇൻപുട്ട് ചെയ്യണ നേരത്തായിരിക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ മെയിനായിട്ടും ഫെയിൽ ആവാൻ ചാൻസ് കൂടുതൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി. സോ ആ ഒരു റേഞ്ചിലുള്ള വാല്യൂസ് വെച്ച് മാത്രമേ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ടെസ്റ്റിംഗ് നടത്താറുള്ളൂ. ബൗണ്ടറി വാല്യൂ അനാലിസിസിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ അകത്ത്
ഒരു ഫോമിൻ്റെ അകത്ത് ഏജ് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. 18 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ചെക്ക് ചെയ്യണത് മിനിമം വാല്യൂന് ജസ്റ്റ് താഴെയുള്ള ഒരു വാല്യൂ, അതായത് നമ്മളുടെ ഇവിടുത്തെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 18 അപ്പോൾ 18ൻ്റെ തൊട്ട് താഴെ വരുന്നത് 17. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് 17 ഇൻപുട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ അടുത്തതായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് മിനിമം വാല്യൂവിൻ്റെ ബൗണ്ടറി, അതായത് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ 18 ഇൻപുട്ട് ചെയ്തിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂവിന് ജസ്റ്റ് എബോവ് ആയിട്ടുള്ളൊരു വാല്യൂ, അതായത് 19 ഇൻപുട്ട് ചെയ്ത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ അതിന് ഒരു വാല്യൂ താഴെയുള്ളത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും, അതായത് 59 ഇൻപുട്ട് ചെയ്തിട്ട് നമ്മളുടെ പ്രോഗ്രാം വർക്ക് ചെയ്യണ്ടോ നോക്കും. അത് വർക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ കൊടുക്കും. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ 60 ഇൻപുട്ട് ചെയ്ത് നോക്കും. അത് ഓക്കെ ആണെങ്കിൽ മാക്സിമം വാല്യൂവിന് തൊട്ട് മേളിലായിട്ടുള്ള വാല്യൂ, അതായത് 61, അത് വെച്ചിട്ട് ഇൻപുട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. ഇങ്ങനെയാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ടെസ്റ്റ് നടത്തുന്നത്. ബൗണ്ടറി വാല്യൂ അനാലിസിസിൻ്റെ ആ ഒരു ടെസ്റ്റിങ്ങിൽ 2 സബ് ടെസ്റ്റും കൂടെ വരുന്നുണ്ട്. അതിലാദ്യം വരുന്നത് റോബസ്റ്റ്നെസ് ടെസ്റ്റിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ടെസ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ആകപ്പാട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ള ബൗണ്ടറി വാല്യൂസും കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ സിസ്റ്റം ഔട്ട് ഓഫ് റേഞ്ച് ഇൻപുട്ട് ചെയ്യണ നേരത്ത് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യണേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോബസ്റ്റ്നെസ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് വേഴ്സ്റ്റ് കേസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വേഴ്സ്റ്റ് കേസ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യും. ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് 2 വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ 2 ഇൻപുട്ടിൻ്റെയും എല്ലാ പോസിബിൾ ആയിട്ടുള്ള ബൗണ്ടറി വാല്യൂസിൻ്റെ കോമ്പിനേഷൻസ് എടുത്തിട്ട് നമ്മളത് വെച്ചിട്ട് ടെസ്റ്റ് കേസ് ക്രിയേറ്റ് ചെയ്യും. ഈ ടെസ്റ്റ് കേസും കൊണ്ട് നമുക്ക് മാക്സിമം കവറേജ് കിട്ടും. പക്ഷെ നമ്മളുടെ ടെസ്റ്റ് കേസുകളുടെ കൗണ്ട് ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ടെസ്റ്റിങ്ങിന് ഉണ്ട്. വേഴ്സ്റ്റ് കേസ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കിവിടെ 2 ഇൻപുട്ട് ഉണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഇൻപുട്ടാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to 5 വരെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ബി എന്ന് പറയുന്ന ഇൻപുട്ടാണ്. അതിൻ്റെ ഇൻപുട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 15 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ വേരിയബിളിൻ്റെയും ആ ഒരു ബൗണ്ടറി വാല്യൂസ് എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എയുടെ ടെസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 4, 5, 6 എന്നുള്ളത് വരും. ബിയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 9, 10, 11, 14, 15, 16 അങ്ങനെ കുറച്ച് വാല്യൂസും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ഇൻപുട്ടിൻ്റെ ടെസ്റ്റ് വാല്യൂസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്ക് നമുക്ക് 6 വാല്യൂസ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, ബിയിൽ നമുക്ക് 6 വാല്യൂസ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ 36 ടൈപ്പ് ടെസ്റ്റ് കേസുകൾ ജനറേറ്റ് ആവുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇക്വിവാലൻസ് ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഐഡിയോളജി എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഇൻപുട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ പൊതുവെ ഇൻപുട്ട് റേഞ്ച് അല്ലെങ്കിൽ ഇൻപുട്ട് ഡൊമൈൻ എന്നാണ് പറയാറ്. അപ്പോൾ ഇക്വിവാലൻസ് ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് വാലിഡ് ആയിട്ടുള്ളതും ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടിനെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. അപ്പോൾ ആ പാർട്ടീഷനിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. 2 പാർട്ടീഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ പാർട്ടീഷന് ഓരോ വാല്യൂ എടുത്തിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ ഒരു പാർട്ടീഷന് ഒരു വാല്യൂ എടുത്ത് ടെസ്റ്റ് ചെയ്ത് അത് ഫെയിൽ ആവുകയാണെങ്കിൽ ആ ഒരു പാർട്ടീഷനകത്തുള്ള ബാക്കി വാല്യൂസും ഇൻപുട്ട് ചെയ്താൽ ഫെയിലാവും എന്നാണ് ഈ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഐഡിയോളജി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു പാർട്ടീഷൻ്റെ അകത്തുനിന്ന് ഒരു വാല്യൂ പിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ അത് സക്സസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ അതിനർത്ഥം ആ ഒരു ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പാർട്ടീഷനകത്തുള്ള ബാക്കി വാല്യൂസ് ഇൻപുട്ട് ചെയ്താൽ അതേ റിസൾട്ട് തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
ഇക്വിവാലൻസ് ടെസ്റ്റിംഗ് പൊതുവെ ഇൻപുട്ട് ഡൊമൈൻസിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഇത് ഔട്ട്പുട്ട് ഡൊമൈനിലും പെർഫോം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം തരുന്ന ഔട്ട്പുട്ട് അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രെഡിക്റ്റബിൾ അല്ലെങ്കിൽ ടെസ്റ്റബിൾ ക്ലാസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യാൻ ഈ ഒരു ടെസ്റ്റിങ്ങും കൊണ്ട് പോസിബിളാണ്. മെയിനായിട്ടും രണ്ട് ഇക്വാലൻസ് ക്ലാസ്സസ് ആണ് ഉള്ളത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ വാലിഡ് ഇക്വാലൻസ് ക്ലാസ് ആണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടിൻ്റെ റേഞ്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വാലിഡ് ഇക്വാലൻസ് ക്ലാസ്സിനകത്തുള്ള ഏതെങ്കിലും ഇൻപുട്ട്സ് നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രോഗ്രാം സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യും. സിമിലറായിട്ട് നമുക്ക് രണ്ടാമത് വരുന്ന ഇക്വാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് ഇക്വാലൻസ് ക്ലാസ് ആണ്. ഇതിനകത്ത് ഇൻവാലിഡ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ റേഞ്ചസ് ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്തുള്ള വാല്യൂസ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, അതല്ല എങ്കിൽ എന്തെങ്കിലും എറർ മെസ്സേജോ കാര്യങ്ങളായിരിക്കും സോഫ്റ്റ്വെയർ റിട്ടേൺ ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ ടേബിൾ ഉണ്ട്. അതിനകത്ത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും അതുപോലെ തന്നെ ആ കണ്ടീഷൻസ് എടുക്കാൻ ചാൻസ് ഉള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസും അതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിസിഷൻ ടേബിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലാദ്യം വരുന്നത് കണ്ടീഷൻസ് സ്റ്റബ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഈ പാർട്ടിനകത്ത് നമ്മളുടെ സിസ്റ്റത്തിനകത്തുള്ള കണ്ടീഷൻസ് ലിസ്റ്റ് ചെയ്യും. ഇവിടെ കണ്ടീഷൻസ് ഇൻപുട്ടായിട്ട് ാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടീഷൻസ് സ്റ്റബ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിനകത്ത് ഇൻപുട്ട് കണ്ടീഷൻസ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ആക്ഷൻസ് സ്റ്റബ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഇതിനകത്താണ് നമ്മളുടെ സിസ്റ്റം തരുന്ന റെസ്പോൺസും അതുപോലെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. മൂന്നാമത് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എൻട്രീസ് എന്ന് പറയുന്ന പാർട്ടാണ്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിനകത്തുള്ള കണ്ടീഷൻസ് ഓരോ റൂൾസിലും എന്തായിരിക്കും റിട്ടേൺ ചെയ്യണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് പൊതുവെ ട്രൂ ഓർ ഫാൾസ് എന്നുള്ള വാല്യൂ ആയിരിക്കുള്ളൂ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ കണ്ടീഷൻ എൻട്രീസ് എന്ന് പറയുന്ന പാർട്ടിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നാലാമത് വരുന്നത് ആക്ഷൻ എൻട്രീസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ഓരോ റൂള് പെർഫോം ചെയ്തിട്ടുള്ള ആക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്ക് മാർക്കാണ് യൂസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ക്രോസ് മാർക്കായിരിക്കും യൂസ് ചെയ്യുക. 2 ടൈപ്പ് ഡിസിഷൻ ടേബിൾസ് ആണ് മെയിനായിട്ടും വരുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എൻട്രി ഡിസിഷൻ ടേബിൾ എന്നുള്ള ഡിസിഷൻ ടേബിളാണ്. ഇതിനകത്ത് കണ്ടീഷൻ എൻട്രീസ് ബൈനറി ഫോമിലായിരിക്കും. അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ആ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഡിസിഷൻ ടേബിൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻപുട്ട് സിംഗിളായിട്ടുള്ള ഇൻപുട്ട് ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ലിമിറ്റഡ് എൻട്രി ഡിസിഷൻ ടേബിൾ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത് വരുന്നത് എക്സ്റ്റെൻഡ് എൻട്രി ഡിസിഷൻ ടേബിൾ ആണ്. ഇത് 2 സിനാരിയോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ഡിസിഷൻ ടേബിൾ ആയിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടീഷൻ്റെ അകത്ത് ബൈനറി ആയിട്ടുള്ള എൻട്രി അല്ല വരുന്നത് അല്ലെങ്കിൽ ബൈനറി ആയിട്ടുള്ള വാല്യൂസ് അല്ല കണ്ടീഷൻസ് തരുന്നതെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലും എക്സ്റ്റെൻഡ് എൻട്രി ഡിസിഷൻ ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇത്രയും കൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. ഈസ്റ്ററിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് നല്ല ബിസി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കി പ്രിപ്പയർ ചെയ്ത് എത്തത്തില്ല. പിന്നെ പഠിക്കുമ്പോൾ ഈ നോട്ട് നോക്കരുത്, ലൈക്ക് PPT നോക്കരുത്. പകരം നിങ്ങൾ ആക്ച്വൽ നോട്ട് നോക്കി പഠിക്കുക. PPT ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് കാര്യം നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ PPT ഉണ്ടാക്കിയത്.